2025 ഡിസംബറിലെ ഒറ്റ ആഴ്ച കൊണ്ട് ഏകദേശം 11,000 ആൾക്കാർക്കാണ് കാനഡ PR കൊടുത്തത്. അതും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ളവർക്ക്. അതായത് കാനഡയിൽ പഠിക്കാൻ വരികയും അതിനുശേഷം കാനഡയിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത ഏകദേശം 11,000 ആൾക്കാർക്കാണ് ഒരാഴ്ച കൊണ്ട് കാനഡ PR കൊടുത്തത്. ഇത് പലർക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പലർക്കും ഇനി PR കിട്ടത്തില്ല, പലരും തിരിച്ചു പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകിയൊരു വാർത്തയാണ് IRCC കാനഡയിലുള്ളവർക്ക് നൽകിയത്. ഇതെല്ലാം 2026 PR കോട്ടയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയധികം ആൾക്കാർക്ക് PR കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരും ദിവസങ്ങളിലും, അതായത് 2026 ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഇൻവിറ്റേഷനിൽ ഇത്രയധികം ആൾക്കാർക്ക് PR കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതേപോലത്തെ ഒരു ട്രെൻഡാണ് IRCC കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 25 ലക്ഷം ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഏകദേശം PR കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പായി. പ്രത്യേകിച്ച് CRS ഒക്കെ ഒരുവിധം നല്ല സ്കോറുള്ളവർക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഇൻവിറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 500 മുകളിലൊക്കെയാണ്. എന്നിരുന്നാൽ പോലും 500 താഴെയൊക്കെ ഒരു അവർ കണ്ടക്ട് ചെയ്യും എന്ന പ്രതീക്ഷ നൽകുന്ന ഒരു റോയാണ് ഈ റീസെൻ്റായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CRS സ്കോറിലായിരുന്നു എല്ലാവർക്കും ഒരുവിധം സംശയം ഉണ്ടായിരുന്നു. കാരണം CRS സ്കോർ റീസെൻ്റായിട്ട് അവർ കണ്ടക്ട് ചെയ്തൊക്കെ 535ഉം 530ഉം ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത ലാസ്റ്റിലത്തെ 2 റോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 520ഉം അത് വീണ്ടും കുറഞ്ഞ് 515ലൊക്കെയാണ് ഇപ്പം CRSൽ അവർ റോ കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ റോ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ 500ൻ്റെ താഴെയൊക്കെ റോ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ ഒരു കാനഡയിൽ ഇനിയും PR കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി. എന്നാൽ ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇവിടെ എക്സ്റ്റൻഷൻ എടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗത്തിലൊക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അവർ IELTS കൂടുതൽ സ്കോർ എടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുന്ന ജോബുകൾ അവർ കണ്ടെത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ 520ഉം 515ഉം ഒക്കെ ഉള്ളവർക്ക് പോലും ഒരു PR കൊടുക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ ലോയേഴ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 500ൻ്റെ താഴേക്ക് റോ കണ്ടക്ട് ചെയ്യുമെന്നുള്ളതാണ്. കാരണം 2026 കോട്ടയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ റോ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നടക്കുന്ന ആദ്യത്തെ 4-5 മാസത്തെ റോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരുവിധം നല്ല രീതിയിലുള്ള ആൾക്കാരെ എടുക്കാവുന്ന രീതിയിലായിരിക്കും അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർഷത്തിൻ്റെ പകുതി, അതായത് ഏകദേശം ഒരു ജൂലൈ ഒക്കെ ശേഷം അവർ കണ്ടക്ട് ചെയ്യുന്ന റോളൊക്കെ വളരെ ചെറിയ നമ്പറിലും അല്ലെങ്കിൽ ഹൈ CRS ഒക്കെ സ്കോറിലായിരിക്കും അവർ വിളിക്കാൻ പോകുന്നതെന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു 2025 ജൂണിന് ശേഷം നടന്ന എല്ലാ ട്രോയിലും വളരെ ചെറിയ നമ്പറിലുള്ള ആൾക്കാരെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ CRS ഒക്കെ അവർ ഉയർന്ന രീതിയിലുള്ള സ്കോറിലാണ് അവർ കണ്ടക്ട് ചെയ്തതെന്ന്. അപ്പോൾ പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് കാനഡ PR ഒക്കെ കൊടുക്കുന്നത് കുറയ്ക്കുകയാണ്, അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളവർക്കൊന്നും PR കിട്ടാതെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ആ പ്രതീക്ഷയൊന്നും കൈവിടാതെ തന്നെ അവർക്ക് അവരുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യുകയും അതുമൂലം അവർക്ക് സ്കോർ നല്ല രീതിയിൽ കിട്ടുകയൊക്കെ ചെയ്തു. പലരും 510, 520 ഒക്കെ ഉള്ളവർ അവർ പ്രതീക്ഷയോടെ തന്നെ ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. അത് പ്രകാരമാണ് ഇപ്പോൾ എനിക്കറിയാവുന്ന തന്നെ കുറേ പേർക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഡിസംബറിൽ നടന്ന ഡ്രോയിൽ അവർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. CEC കാറ്റഗറി കൂടാതെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ കാറ്റഗറിയിൽ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്തൊക്കെ 430, 440 ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് കാറ്റഗറിയുടെ ഡ്രോ കണ്ടക്ട് ചെയ്തപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് CRS സ്കോർ 399 ഉള്ളവരാണ്. എന്ന് പറയുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഫ്രഞ്ച് കാറ്റഗറിയിലെ ഡ്രോയിലും CRS വീണ്ടും കുറവുള്ള നമ്പറിലുള്ള ആൾക്കാരെ ആയിരിക്കും അവർ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്നൊക്കെ IRCC എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കാനഡ ഇഷ്ടംപോലെ ആൾക്കാർക്ക് PR കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് CRS സ്കോറൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഹൈ സ്കോറുള്ളവർക്കാണ് ഇപ്പം PR കൊടുക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ CRS ഇതിലും താഴെയൊക്കെ ഉള്ള രീതിയിൽ സ്കോറുള്ളവർക്ക് അവർ കൊടുക്കുമെന്നാണ്. എന്ന് വിചാരിച്ച് ഒരിക്കലും ലോ സ്കോറിലുള്ളവർക്ക് PR ഉടനെയും കിട്ടുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഈ ഏകദേശം 27,000 പേരോളം തന്നെ ഈ 500ന് മുകളിലൊക്കെ CRS സ്കോറുള്ളവർ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു 400 അല്ലെങ്കിൽ 350 സ്കോറുള്ളവർക്കൊന്നും പണ്ടൊക്കെ കൊടുത്തിരുന്ന പോലെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സുള്ളവർക്ക് കൊടുക്കുമെന്ന് ഉടനെ തന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുകയും മാക്സിമം 500ൻ്റെ അടുത്തേക്ക് ഒരു CRS സ്കോർ നിങ്ങൾ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ വരും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് PR കിട്ടാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്.
ഇതേ സമയം തന്നെ നാട്ടിലുള്ള ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നാട്ടിൽ നിന്ന് ഡയറക്റ്റ് PR എടുത്തിപ്പം കാനഡയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും വരാൻ പറ്റും, പക്ഷേ ഉടനെ ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ PR ഇല്ലാത്തവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതായത് ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കണമെന്നാണ് ഗവൺമെൻറ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രകാരം അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയുള്ളവർക്ക് മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്കും ഒരു PR കൊടുത്ത് ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതിന് ശേഷം മാത്രമേ നാട്ടിൽ നിന്നുള്ളവർക്ക് ഡയറക്റ്റ് PR എടുത്ത് കാനഡയിലേക്ക് വരാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഒരുക്കത്തുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് ഓരോ ദിവസം മാറി മാറി അവർ മിനിസ്ട്രിയിലെ കുറേ ആൾക്കാരിരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതും. അങ്ങനത്തെ കാനഡയുടെ ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും മെറി ക്രിസ്മസ് നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.